അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധമായ ഇസ്ലാം ക്ഷമ കൈക്കൊള്ളുന്നതിന് ധാരാളമായ പിന്തുണ നൽകുന്നുണ്ട്. ക്ഷമിക്കുന്നവനാണ് ജീവിതത്തിലെ വിജയി. അവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളത്. മാത്രമല്ല, സ്വബർ അഥവാ ക്ഷമ എന്നുള്ളത് അസ്വബ്റു നിസ്ഫുൽ ഈമാൻ, വിശ്വാസത്തിൻ്റെ ഇസ്ലാമിക വിശ്വാസധാരയുടെ നേർപകുതിയാണ് ക്ഷമ എന്ന് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആദർശമായ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനും പുറമെ പ്രകാശിതമായ ഖുർആനിൽ ഇന്നല്ലാഹു മഅസ് സാബിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമാശീലരോടൊപ്പമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം, ക്ഷമയില്ലാത്തവൻ വിശ്വാസം കൈക്കൊണ്ടിട്ട് കാര്യമില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഏത് സാഹചര്യങ്ങളിലും ക്ഷമ കൈമുതലായിരിക്കണം. അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു അടയാളമായിരിക്കണം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് പരിശുദ്ധ റസൂൽ. നമ്മൾക്കറിയാം, ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ഗ്രാമീണൻ വന്നു പറയുന്നൊരു സാഹചര്യമുണ്ട്. തങ്ങളെ, ഞാൻ ധാരാളമായി ക്ഷമിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ കുടുംബാംഗങ്ങൾ, ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ കുടുംബത്തിലെ മറ്റംഗങ്ങൾ എന്നോട് ക്ഷമിക്കുന്നില്ല. ഞാൻ കുടുംബ ബന്ധം ചേർക്കാൻ ശ്രമിക്കുമ്പോൾ അവർ മുറിക്കുകയാണ്. ഞാൻ അവരോട് ഒരു കാര്യങ്ങളിലും വാശി പിടിക്കുകയോ അവരുടെ കാര്യങ്ങൾ ഞാൻ ഓർത്തു വെക്കുകയോ ചെയ്യാതെ എല്ലാം അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അവരെല്ലാം ഓർത്തു വെക്കുകയും അതിൻ്റെ പേരിൽ അവരെന്നെ ആക്ഷേപിക്കുകയും മറ്റുമൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ കുടുംബാംഗങ്ങൾ മുഴുവനും എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നൊരു മറുപടിയുണ്ട്. കാര്യങ്ങൾ നീ പറയുന്നത് പോലെയാണെങ്കിൽ, അഥവാ അയാൾ പറയുന്നത് ഒരുപക്ഷെ സത്യമായേക്കാം, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായേക്കാം. കാര്യങ്ങൾ നീ പറയുന്നത് പോലെ നീ അങ്ങേയറ്റം ക്ഷമ കൈക്കൊള്ളുകയും കുടുംബബന്ധം ചേർക്കാൻ ശ്രമിക്കുകയും നിന്റെ ഭാഗത്തുനിന്ന് എല്ലാം നല്ല രൂപത്തിലുള്ള പെരുമാറ്റം ഉണ്ടാവുകയും നിന്റെ കുടുംബാംഗങ്ങൾ നേരെ മറിച്ച് ഘടകവിരുദ്ധമായ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്, അവര് കുടുംബബന്ധം ചേർക്കുന്നതിന് അനുകൂലമല്ല, നീ നല്ല രൂപത്തിൽ പെരുമാറുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള മോശമായ പെരുമാറ്റമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഫക്ക അന്നമാ തസിഫുഹുമുൽ മല്ല, അവരുടെ അമലുകളെല്ലാം നിഷ്പ്രഭമാക്കി ചാരങ്ങൾ അവർക്ക് നീ നൽകുന്നത് പോലെയാണ്, അവർക്ക് അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് എന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ആകാശഭാഗത്ത് നിന്ന് ഒരു ലഹീറിനെ, ഒരു സഹായിയെ ആക്കി തരികയും ചെയ്യും. കുടുംബബന്ധം ചേർക്കുന്നവർക്ക്, കുടുംബാംഗങ്ങളുടെ വിഷയത്തിൽ എല്ലാ സമയത്തും ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മാലാഖ, ഒരു മലക്ക്, ഒരു സഹായി എല്ലാ സമയത്തും നിലകൊള്ളുകയും ചെയ്യുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ സമയത്തും നമ്മൾ കോപം അടക്കി പിടിക്കുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്യണം. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നു, വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ്, അഥവാ കോപം കടിച്ചു പിടിക്കുന്നവരും ജനങ്ങളെ തൊട്ട് മാപ്പ് ചെയ്യുന്നവരും, അവർക്ക് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ്. ഇഹ്സാൻ ചെയ്യുന്നവരെ, സുഹൃതം ചെയ്യുന്നവരെ അള്ളാഹു അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നവരാണ്. ഈ രണ്ട് വാക്ക് പറഞ്ഞു. വൽ കാളിമീനൽ ഗൈള, കോപത്തെ കടിച്ചു പിടിക്കുന്നവർ, വൽ ആഫീന അനിന്നാസ്, ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രകോപനപരമായ അല്ലെങ്കിൽ അനിഷ്ടകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അഫൂ ചെയ്ത് മാപ്പ് ചെയ്ത് കൊടുക്കുന്നവർ, അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ എല്ലാ സമയത്തും നമ്മൾക്ക് പ്രകോപനങ്ങൾ ഉണ്ടാകാം. ഒരു പക്ഷേ നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന്, ജീവിത പങ്കാളിയിൽ നിന്ന്, മക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്നൊക്കെ നമ്മൾക്കിഷ്ടമില്ലാത്ത രൂപത്തിലുള്ള പെരുമാറ്റങ്ങളോ സംസാരങ്ങളോ രീതികളോ അല്ലെങ്കിൽ നമ്മളെ ചൊടിപ്പിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളോ രീതികളോ ഒക്കെ ഉണ്ടായേക്കാം. ആ സമയത്ത് ക്ഷമ അവലംബിക്കുന്നവൻ, വളരെ പക്വതയോടെ പെരുമാറുന്നവൻ, അള്ളാഹു പറയുന്നു വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇത്തരത്തിൽ ഇഹ്സാൻ ചെയ്യുന്ന, സുഹൃതം ചെയ്യുന്നവരെ അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. മാത്രവുമല്ല, വലമൻ സബറ വഗഫറ, ഒരാൾ ക്ഷമിക്കുകയും അയാൾ മാപ്പ് ചെയ്യുകയും ചെയ്തു, ഇന്നദാലിക ലമിൻ അസ്മിൽ ഉമൂർ, അതാണ് കാര്യങ്ങളിലെ ഏറ്റവും ഗൗരവതരമായ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അസ്മായ കാര്യം എന്ന് പറയുന്നത്. അയാൾ പ്രധാനമായി കൈക്കൊള്ളുന്ന ഏറ്റവും യുക്തമായ തീരുമാനം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ബലിഷ്ഠമായ
ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ ക്ഷമിക്കുകയും മാപ്പ് ചെയ്യുകയും ചെയ്യലാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പരിശുദ്ധമായ ഇസ്ലാമിക ആദർശം അനുസരിച്ച് ജനങ്ങളോട് ക്ഷമിക്കുക, മാപ്പ് ചെയ്തു കൊടുക്കുക, കോപത്തെ കടിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സ്വഭാവം ആക്കിയെടുക്കാൻ നമ്മൾ എല്ലാ സമയത്തും ശ്രദ്ധിക്കണം. നമ്മുടെ രീതികളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിലൊക്കെ ഒരു ക്ഷമാശീലവും അതുപോലെ മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയും സഹിഷ്ണുതയും ഒക്കെ ഉണ്ടാകണം. അപ്പോഴാണ് വിശ്വാസത്തിന് മാറ്റുകൂട്ടുന്നതും വിശ്വാസിയായി തീരുന്നതും. അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.